കണ്ണൂർ പിലാത്തറയിൽ കാറും സ്വർണവും മോഷ്ടിച്ച കേസിൽ ബി.ജെ.പി. പ്രാദേശിക നേതാവ് അറസ്റ്റിലായി. അഞ്ചാം പീടിക സ്വദേശി സനു സന്തോഷാണ് പിടിയിലായത്. മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ച് 55 ലക്ഷവും സ്വർണവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. സി.കെ. വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സി.കെ. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അറസ്റ്റ്? ഇന്നലെ വൈകിട്ടാണ് അറസ്റ്റ് നടന്നത്. പിലാത്തറ പരിയാരം പോലീസിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടന്നത്. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയായിരുന്നു. കാരണം ഇത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വളരെ ശൃംഖലകളുള്ള ഒരു കേസായാണ് പൊതുവിൽ പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഗൗരവമേറിയ അന്വേഷണം നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം ഒരു പ്രതിയെ, ഈ സനു സന്തോഷ് എന്ന് പറയുന്ന പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ സനുവിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സനുവിൽ നിന്ന് മറ്റ് പ്രതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും. കാരണം ഇത് പയ്യന്നൂർ എടാട്ട് വെച്ച് ഈ മഹാരാഷ്ട്ര സ്വദേശികൾ സഞ്ചരിച്ച കാറ് ഇവർ മറ്റ് 2 ഇന്നോവ കാറുമായി വന്ന് പിന്തുടർന്ന് അവരെ അവിടെ നിന്നും പിടികൂടി ഇറക്കിവിട്ട് ഈ വാഹനവുമായി കടക്കുകയും അതിനകത്തുണ്ടായിരുന്ന സ്വർണവും പണവും മോഷ്ടിച്ചതിന് ശേഷം ഈ കാറ് കുത്തി കീറി നശിപ്പിച്ച് പിലാത്തറക്കടുത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നു. അതായിരുന്നു കേസ്. ഇവർ മഹാരാഷ്ട്ര സ്വദേശികളും അതോടൊപ്പം തന്നെ തലശ്ശേരിയിൽ സ്വർണ്ണക്കട നടത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഈ രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ഇവർക്ക്, ഈ പ്രതികൾക്ക് ഇത് പൊട്ടിക്കലുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് പോലീസിന് അന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂട്ടുപ്രതികൾക്ക് സംബന്ധിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ശരി, സി.കെ. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പി. പ്രാദേശിക നേതാവ് സനു സന്തോഷാണ് പിടിയിലായത്. ചെറിയ കേസൊന്നുമല്ല. സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെ ആക്രമിച്ച് 55 ലക്ഷവും സ്വർണവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. അപ്പോൾ ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് തന്നെ പോലീസ് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.